ഞാനിന്ന് ദീപുവിനോടും അതുപോലെ മഞ്ജുവിനോടും പറഞ്ഞു, ഞാൻ ഈ കാര്യത്തിൽ ഭാഗ്യവാനാണ്. കാരണം ബാക്കി എല്ലാവരുടെയും ഇൻ്റർവ്യൂസ് സിനിമ ഇറങ്ങുന്നതിന് മുന്നെയാണ് വന്നത്. എനിക്ക് സിനിമയുടെ വിജയത്തിന് ശേഷമാണ് എനിക്ക് ഇൻ്റർവ്യൂ തരാൻ പറ്റുന്നത്. പലപ്പോഴും ഞാനുൾപ്പെടെയുള്ള ആക്ടേഴ്സ് സിനിമ മോശമാണെങ്കിൽ പ്രമോഷൻ നിൽക്കാൻ ഞങ്ങൾ തിരക്കാണ്, മറ്റേ സിനിമയുടെ ഷൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകും. സിനിമ വിജയിക്കുമ്പോൾ വളരെ സെൽഫിഷാണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷേ അതാണ് സത്യം. സിനിമ വിജയിക്കുമ്പോൾ ഉറപ്പായും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ വിജയത്തെക്കുറിച്ച് മാത്രമല്ല, ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്തെക്കുറിച്ചും ആ സിനിമയുടെ പിന്നിലുള്ള ഒരുപാട് വലിയ ഇപ്പം മോശമായ മറ്റ് സിനിമകൾ ഇതുപോലെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ ഉണ്ടാക്കിയവ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജയിച്ചു, സിനിമ ജയിക്കുന്ന ആളുടെ കളിസ്ഥലമാണെന്ന് രഞ്ജേട്ടൻ പറഞ്ഞ പോലെ ജയം ഒരു വലിയ അളവ് പോലാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള ഹാർഡ് വർക്കും പ്രയത്നവും കമ്മിറ്റ്മെൻറ്റും എല്ലാ സിനിമകൾക്കും ഒരുപോലെ അല്ലെങ്കിൽ ഏകദേശം ഒരുപോലെ ആവുമ്പോൾ തന്നെ വിജയം എത്തുമ്പോഴാണ് അത് കുറച്ചുകൂടെ മാധുര്യമേറുന്നത്. ഈ കരിങ്കുന്നം സിക്സസിൻ്റെ ഈ ഒരു വിക്ടറിക്ക് പ്രധാന കാര്യമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം, ഇതൊരു സ്പോർട്സ് സിനിമ മാത്രമല്ല. ഒരു പൂർണ്ണമായ സ്പോർട്സ് സിനിമ ഒരു കാരണവശാലും വിജയിക്കില്ല, അതൊരു സത്യമാണ്. കാര്യം അത് മനുഷ്യനെ എവിടെ ടച്ച് ചെയ്യുന്നു അവിടെ സിനിമകൾ, അത് യൂണിവേഴ്സലായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യനെ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെയാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. സ്പോർട്സ് കൊണ്ട് മാത്രം, അതിലെ ത്രില്ല് കൊണ്ട് മാത്രം വിജയിപ്പിക്കാൻ, ആ സ്പോർട്സ്മാൻ്റെ ജീവിതത്തെ കാണിയുടെ മനസ്സിലുടക്കിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്പോർട്സ് സിനിമ വിജയമാവുള്ളൂ. ഇതിനു മുമ്പ് കപ്പ ടി വിയിൽ ഞാൻ ഇതുപോലൊരു ഇൻ്റർവ്യൂ തന്നത് 1983 സമയത്താണ്. 1983 ശേഷം ഉള്ള മലയാളത്തിലെ സ്പോർട്സ് സിനിമ ഇത് തന്നെയാണ്. 2 സിനിമകളും എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞ 2 സിനിമകളും വിജയമായി. ഈ 2 സിനിമകളുടെയും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ സിനിമ കുറച്ചുകൂടി ഒരു ഫാമിലിയെ ഓറിയൻറ്റഡ് ആക്കിയിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമയാണ്. സിനിമയിൽ നമ്മൾ നേരിട്ടുള്ള ഉദാഹരണമാണ് രാജേഷ്. പിള്ളാച്ചൻ ശരിക്കും ഒരു സ്ലീപ്പിംഗ്, ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് സിനിമ എന്നുള്ളതാണ്. അതിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒരു കൺസേണും രാജേഷിൻ്റെ ജീവിതത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രാജേഷ് രാവിലെ എണീറ്റ് ഹോട്ടൽ റൂമിൽ ഇരുന്ന് തുടങ്ങിയാൽ സിനിമ കാണുക, സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, കഥകൾ കേൾക്കുക, കഥകൾ പറയുക. നമ്മൾ ഭയങ്കരമായിട്ട്, ഞാനും രാജേഷുമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനിരുന്നതാണ്. പിന്നെ എൻ്റെ ഈ തിരക്കുകൾ കൊണ്ട് എല്ലാം കൂടെ അത് ശരിയായില്ല. കാരണം രാജേഷിന് ഒരുപാട് സമയം നമ്മളോടൊപ്പം വേണം. കാരണം അത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഇതാണ്. അപ്പോൾ അതെനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നടക്കാതെ പോയതാണ് ആ സിനിമ. പക്ഷേ എനിക്ക് അസാമാന്യ ബഹുമാനമുള്ളൊരു വ്യക്തിത്വമാണ് രാജേഷ്. കാരണം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ സ്നേഹിച്ച ഒരു ഡയറക്ടർ. ഞാൻ അവസാന നിമിഷം വിചാരിച്ചിരുന്നു അവസാനം ഇത് രാജ് തിരിച്ചു വരും എന്നുള്ളത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പലരിലും കണ്ടതാണ്. ഞാൻ സിനിമയിൽ തന്നെ പലരും അതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം KK രാജീവേട്ടനൊക്കെ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായ ദിശാബോധവുമായി പിന്നീട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. രാജേഷ് അതുപോലെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചതാണ്. രാജേഷിൻ്റെ ഈ ഒരു ഇറാറ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകളാണ് രാജേഷിനെ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചത്. സിനിമയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത്, വേറെ ഒന്നും കൊണ്ടല്ല, പേഴ്സണലായിട്ടുള്ള ഒരു റീസൺ കൊണ്ടല്ല. സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞ് ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ലഞ്ചും പോയി, വൈകുന്നേരത്തെ ചായയും പോയി, ഇടയ്ക്കുള്ള വെള്ളം കുടിയും പോയി, അങ്ങനെ ഇരിക്കും രാജേഷ്. അതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് എബി തളർന്ന് കരിങ്കുന്നം സിക്സസ് എന്ന തൻ്റെ ടീം VPL കളിക്കണം എന്നുള്ളത് അയാളുടെ ഡ്രീമാണ്. അത് ഒരു തരത്തിലും അയാൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല അയാൾ കളിയുടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഇതല്ല വോളിബോൾ, ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ച ജിമ്മി ജോർജ് എന്ന് പറയുന്ന എൻ്റെ ഐക്കണിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ വോളിബോൾ ഇതല്ല, നിങ്ങൾ കളിക്കുന്ന വേറെ കളിയാണ്, യു കില്ലിങ് ദ ഗെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു പാഷനും ഇതൊക്കെ പറയുന്നത് നമുക്ക് സ്വന്തം ജീവിതത്തിൽ എമുലേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ്.
ഈ കരികുന്നം സിക്സസ് ശരിക്കും ഒരു അങ്ങനൊരു കൺസേർഡ് എഫേർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്തൊരു സിനിമയാണ്. ഇതിൽ ഈ വിജയത്തിൽ എന്നെക്കാളുമൊക്കെ എത്രയോ മടങ്ങ് ഈ വിജയം അർഹിക്കുന്നവർ ഈ കരികുന്നം സിക്സസിൻ്റെ ടീമും അത് ബാക്കിയുള്ള ടീം അംഗങ്ങളുമാണ്. അവരിതിനകത്തിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ടോർച്ചർ, ശരിക്കും ടോർച്ചറിങ് ആണ് അത്. ഫിസിക്കൽ എഫേർട്ടെന്ന് ഞാൻ പറയില്ല, ടോർച്ചറാണ് അത്. ആരും ടോർച്ചർ ചെയ്തല്ലെങ്കിലും അൾട്ടിമേറ്റ്ലി ടോർച്ചറായിട്ട് വരും. അത് ഭയങ്കരമാണ്. അവർക്കാണ് ഈ വിജയം അവകാശപ്പെട്ടത്. ശരിക്കും അവരാണ് 20-25 ദിവസത്തോളം പൊരി വെയിലത്ത് നിന്ന് ഈ ജയിലിൽ നിന്ന് ഇത് കളിക്കുകയും അതിൻ്റെ സീനുകൾ എടുക്കുകയും ഒക്കെ ചെയ്തു. ഓഫ്കോഴ്സ് മഞ്ജു അതുപോലെ തന്നെ നിന്നിട്ടാണ്. സോ അത് എല്ലാ സിനിമകൾക്കും നമ്മളങ്ങനെ ആഗ്രഹിക്കും അങ്ങനെ വരണമെന്ന്. ചില സിനിമകൾ അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ ആ ടീം അനുസരിച്ചിരിക്കും, അതെങ്ങനെയാണ് ക്യാപ്റ്റൻ അനുസരിച്ചിരിക്കും. ദീപു എല്ലാവരെയും നന്നായിട്ട് നിർത്താൻ കഴിയുന്ന ഒരു സംവിധായകനാണ്. എല്ലാവരെയും ഹാപ്പിയായിട്ട് നിർത്താൻ കഴിയുന്ന ഒരു സംവിധായകനാണ്. അതൊരു വലിയ ട്രെയ്റ്റാണ്, ഒരു വലിയ ഗുണമാണ്. അത് പലർക്കും ഉണ്ടാവണമെന്നില്ല. ഈ സിനിമയ്ക്ക് അത് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഒരിക്കലും വിജയിക്കില്ല, അത് ഉറപ്പാണ്. കാരണം ഇങ്ങനെ ഈ ഇത്രയും പേര് ഒരു കളക്റ്റീവായിട്ടൊരു 35 പേരോളമുള്ള സെറ്റ് ഒരുമിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമ സംഭവിക്കുക പോലുമില്ല.